നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. അനധികൃത കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രതിയായ മണലി സ്വദേശിയുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടി കഞ്ചാവ് സൂക്ഷിച്ചതിനും വിൽപ്പന നടത്തിയതിനുമെതിരെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലെ പ്രതിയായ ചൂണ്ടൽ പഞ്ചായത്തിലെ മണലി മേലെത്തലയ്ക്കൽ വീട്ടിൽ സുനിൽ ദത്തിന്റെ ആസ്തികളാണ് സെക്ഷൻ 68A NDPS നിയമപ്രകാരം കണ്ടുകെട്ടുന്നതിന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ ഉത്തരവിട്ടത്. പ്രതിയായ സുനിൽ ദത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. മാരകലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കേരള പോലീസ് രൂപീകരിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത്. പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന NDPS കേസ് അന്വേഷിക്കുന്നതിനും ആസ്തികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുമായി സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ രവികുമാർ, രഞ്ജിത്ത്, അബീഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ 7.900 കിലോഗ്രാം കഞ്ചാവാണ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. പ്രതിയായ സുനിൽ ദത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രതിയുടെ വീട്ടിൽ നിന്നും 1.5 കിലോ കഞ്ചാവും 2 കിലോ കഞ്ചാവ് കാറിൽ നിന്നും എക്സൈസ് വകുപ്പ് കണ്ടെടുത്തിരുന്നു. പ്രതി കുറച്ചു വർഷങ്ങളായി പരിചയമുള്ള ഒറീസ സ്വദേശികളിൽ നിന്നും കഞ്ചാവ് കേച്ചേരിയിൽ വെച്ച് വാങ്ങി വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും 500-1000 രൂപയ്ക്ക് വിറ്റാണ് താമസിച്ചു പോന്നിരുന്നത്. കുന്നംകുളം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രതിയായ സുനിൽ ദത്തിന്റെ ആസ്തികൾ പരിശോധിച്ചപ്പോൾ സ്ഥിരവരുമാനമില്ലാത്ത പ്രതി നിയമവിരുദ്ധമായി കഞ്ചാവ് വിറ്റതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ചാണ് വസ്തുവകകളും വാഹനവും വാങ്ങിയതെന്നും വാങ്ങിച്ച ആസ്തികൾ ഭാര്യയായ CK ഷഹനയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ബോധ്യപ്പെട്ടതിനാൽ ഇയാളുടെ 18,53,000 രൂപ മതിപ്പ് വില വരുന്ന വീടും 10 ലക്ഷം രൂപ മതിപ്പ് വില വരുന്ന കാറുമാണ് കണ്ടുകെട്ടാൻ ഉത്തരവായത്. നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മാരകലഹരി വസ്തുക്കൾ സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പ്രതികളുടെ ആസ്തികൾ കണ്ടുകെട്ടുന്നതിനുള്ള നിയമ നടപടികൾ കുന്നംകുളം സബ് ഡിവിഷനിൽ നിന്നും ഇനിയും ഉണ്ടാകുമെന്ന് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ് പറഞ്ഞു. ചാവക്കാട് മണത്തലയിൽ മരം കയറ്റി വന്ന ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക്. കണ്ണൂർ സ്വദേശി മോഹനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് മണത്തല പള്ളിക്ക് മുൻവശമാണ് അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അമിതമായി ലോഡ് കയറ്റി വന്ന ലോറി റോഡിന്റെ അരികിൽ നിന്ന് ഇറങ്ങിയതാണ് മറിയാനുണ്ടായ കാരണം. ഒരാഴ്ച മുമ്പും 2 ലോറികൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായിരുന്ന ചാവക്കാട് മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ KP വത്സലൻ അടക്കമുള്ള സഖാക്കൾ വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണെന്ന് കേരള പ്രവാസി ബോർഡ് ചെയർമാനും CPM ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. ഏപ്രിൽ 16 KP വത്സലൻ രക്തസാക്ഷി ദിനത്തിൽ ഒറ്റേനി രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അക്രമരാഷ്ട്രീയത്തിലൂടെ പാർട്ടിയെ വളരാൻ അനുവദിക്കാത്ത തണൽ രാജാക്കന്മാരുടെ പ്രമാണിത്വം, ചുവപ്പുകൊടി കണ്ടാൽ ഹാലിളകുന്ന സാമുദായിക പ്രമാണിത്വം, ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വളരെ സവിശേഷതയാർന്ന ശൈലിയിൽ നടത്തിയ ഉജ്ജ്വല പ്രവർത്തനം കാഴ്ചവെച്ച് സഖാവ് വത്സലന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടത്തെ മണ്ണിൽ ശക്തിയാർജിക്കാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അഹമ്മദ് ഖയും വത്സലിനും ഉൾപ്പെടെയുള്ള സഖാക്കൾ വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സഖാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടാണ് അക്കാലത്ത് നിലനിന്ന പ്രാമാണിത്വത്തെ അവർ വെല്ലുവിളിച്ചത്. ആ പ്രാമാണിത്വം എന്ന് പറയുന്നത് അക്രമങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ അനുവദിക്കുകയില്ല എന്ന ധിക്കാരപരമായ നിലപാടിന്റെയും ഒക്കെ. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് അകലാട് ഒറ്റൈനി രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പചക്രമർപ്പിക്കലും നടത്തിയതിനു ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. പാർട്ടി ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം C. സുമേഷ്, NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AH അക്ബർ, ഷൈനി ഷാജി തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും പൊന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ TV സുരേന്ദ്രൻ സ്വാഗതവും പൊന്നിയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V. ഷമീർ നന്ദിയും പറഞ്ഞു. വിവിധ ബ്രാഞ്ചുകളിൽ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പ്രഭാതപേരിയും പതാക ഉയർത്തലും പുഷ്പാഞ്ജലിയും സംഘടിപ്പിച്ചു. തിരുവത്ര ബലികുടീരത്തിൽ നടത്തിയ പരിപാടികൾക്കു ശേഷം പ്രവർത്തകർ ബൈക്ക് റാലിയോടുകൂടിയാണ് ഒറ്റേനിയിൽ എത്തിയത്. തലക്കോട്ടുകര കൈപ്രമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കുവാനോ അറ്റകുറ്റപ്പണി നടത്തുവാനോ അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു.
കേച്ചേരി വടക്കാഞ്ചേരി കുന്നംകുളം തൃശൂർ എന്നീ 2 സംസ്ഥാന ഹൈവേകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തലക്കോട്ടുകര കൈപ്പറമ്പ് റോഡ്. കൈപ്പറമ്പ്, ചൂണ്ടൽ, വേലൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുരിതമാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും സമ്മാനിക്കുന്നത്. സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജും കേരളത്തിലെ പ്രശസ്തമായ ധ്യാന കേന്ദ്രങ്ങളും കിഡ്നി ഡയാലിസിസ് സെന്ററും റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വഴിയിലടഞ്ഞ വിദ്യ കോളേജ്, ഗാഗുട്ട ധ്യാന കേന്ദ്രം, കപ്പൂച്ചിൻ ആശ്രമം, ഓഡിറ്റോറിയങ്ങൾ, ടർഫ്, അതേമാതിരി കിഡ്നി ഹോസ്പിറ്റല്, എപ്പോഴും രോഗികളായിട്ട് വരുന്ന ആംബുലൻസുകൾ, എപ്പോഴും അതേപോലെ വഴി ബ്ലോക്കായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് വഴി, ഇതൊക്കെ പുറമെ വണ്ടികൾ, ഓട്ടോറിക്ഷകൾ, കൈപ്പുറമേ 10-100 ഓട്ടോറിക്ഷകളുണ്ട്. എല്ലാവരും ഇതുകൂടെ ഗാഗുൽത്ത് ധ്യാനകേന്ദ്രം കോളേജിന് അത്യാവശ്യമായിട്ട് വരുന്നത് ധൃതിയിൽ വരുമ്പോൾ ഈ വഴി ഇങ്ങനെ അലമ്പായിട്ട് കെടുക്കുക, വണ്ടികൾ യാത്ര ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ട്, നമ്മുടെ വണ്ടിക്ക് എന്നും കംപ്ലൈൻറ്റ് വരിക, വണ്ടി വർക്ക്ഷോപ്പിൽ ഓടി തോറ്റു, സ്പെയർ പാർട്സ് കടയിൽ കാശ് കൊടുത്തിട്ട് തോറ്റു. 3 കിലോമീറ്റർ ദൂരത്തിൽ തകർന്നു കിടക്കുന്ന റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്കും MLAയ്ക്കും ത്രിതല പഞ്ചായത്ത് ഭരണാധികാരികൾക്കും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട്. 1 മാസത്തോളമായി ഇവിടെ ഏതോ ഒരു കോൺട്രാക്ടർ മെറ്റൽ കൊടുന്ന് ഇട്ടിട്ട് സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാരായാലും മറ്റു വാഹനങ്ങളിൽ സ്ഥിരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മെറ്റല്. അത് മാറ്റാനും അധികാരികൾ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. വേലൂർ പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഇതിൽ 4 ഇലക്ട്രിക് പോസ്റ്റും ലൈറ്റുകളില്ല. ഈ കുണ്ടുകുഴിയിൽ രാത്രി കണ്ണ് കാണാണ്ട് കെട്ടിമറിഞ്ഞ് വീഴുന്നവരും ഈ മെറ്റലിൻ്റെ അവിടെ ഒന്നും ലൈറ്റില്ല. ഈ അതിർത്തിയിൽ 2 ലൈറ്റിൻ്റെ കുറവുള്ളൂ. അത് വേലൂർ പഞ്ചായത്ത് അധികാരികൾക്ക് ഇടാവുന്നതാണ്. അത് അവരോട് ഇടാനായിട്ട് അധികാരികളെ അറിയിക്കണം. ചില സ്വകാര്യ വ്യക്തികൾ ഈ കാന അടച്ചിട്ട് അവരുടെ പറമ്പിലേക്കുള്ള വഴി മാറി വെട്ടിയിട്ട് വെക്കണം വണ്ടികൾക്ക് കയറാനുള്ള സൗകര്യത്തിന്. അത് ഒരു പ്രധാന തടസ്സമാണ്. ഇതെല്ലാം അധികാരികൾക്ക് ഈ റോഡിൻ്റെ കാര്യം, ഈ സംഭവങ്ങളെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ് ആവശ്യം. റോഡരികിലെ കോൺക്രീറ്റ് കാനകൾ സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തിയതിനാൽ മഴ പെയ്താൽ റോഡിലൂടെ വെള്ളമൊഴുകി കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയാകും. ഇതിനു പുറമെ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. മറ്റേതോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് റോഡിൽ മെറ്റൽ കൂമ്പാരമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും മെറ്റൽ നീക്കം ചെയ്യുവാനുള്ള നടപടി കൈക്കൊള്ളുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ YMCA ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. തൊഴിയൂർ ലാലിഗ ടർഫിൽ നടന്ന മത്സരം കാവീട് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു M. വർഗീസ് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി ജോസ് ലൂയിസ്, ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ, സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, ബഷീർ പൂക്കോട്, വിമൻസ് ഫോറം പ്രസിഡന്റ് നീന ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന ഫുട്ബോൾ താരങ്ങളായ ഫ്രാങ്ക് മുട്ടത്ത്, CV ജെയ്സൺ എന്നിവരെ ആദരിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ വയലത്തൂർ ടീമും വനിതാ വിഭാഗത്തിൽ രാഗി ഷാജൻ നയിച്ച ടീമും ജേതാക്കളായി. ചിറ്റാട്ടുകര ഇടവകയിലെ ചിറ്റിലപ്പിള്ളി തറവാട്ട് കൂട്ടായ്മ 22ാം വാർഷിക കുടുംബസംഗമം നടത്തി. ഇടവക സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പറ്റിയേക്കൽ കുടുംബസംഗമം തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വർഗീസ് മാനത്തിൽ അധ്യക്ഷത വഹിച്ചു. ചിറ്റിലപ്പിള്ളി മഹാകുടുംബയോഗം പ്രസിഡന്റ് സാൻഡി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. സീറോ മലബാർ പ്രോ ലൈഫ് അപ്പോസ്തലേറ്റ് പ്രഥമ സെക്രട്ടറി സാബു ജോസ്, കുടുംബയോഗം സെക്രട്ടറി CV കൊച്ചുദേവസി, ഭാരവാഹികളായ CP ജോണി, CD ജോസ്, CJ സ്റ്റാൻലി, ഷൈനി ഫ്രാൻസിസ്, മറിയാമ്മ കൊച്ചുദേവസി, കാതറിൻ ആന്റോ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും നടത്തി. കടങ്ങോട് പഞ്ചായത്തിലെ 2, 3, 9 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡ് തകർന്ന് കുണ്ടും കുഴിയും നിറഞ്ഞുകൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയെയും അക്കിക്കാവ് എരുമപ്പെട്ടി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയിലായത്. മഴ പെയ്താൽ റോഡ് ചെളിക്കുണ്ടായി മാറും. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് 2, 3, 9 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണവും പ്രതിഷേധവും സംഘടിപ്പിച്ചത്. ഈ വെള്ളറക്കാട് വലിയ പള്ളിയുടെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കല്യാണിക്കുന്ന് വരെയുള്ള റോഡ്, അതിൽ ഏറെ കാലമായി 5 വർഷത്തോളമായി ഇപ്പോൾ വളരെ അങ്ങേറ്റം ദുരിതത്തിലാണ് ജനങ്ങൾ
ഇവിടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CK ശിവരാമൻ അധ്യക്ഷനായി. നേതാക്കളായ KU സണ്ണി, CG ജാക്സൺ, PC ഗോപാലകൃഷ്ണൻ, സലാം വലിയകത്ത്, സജീവ് ചാത്തനാത്ത്, OS വാസുദേവൻ, PV കൃഷ്ണൻകുട്ടി, പഞ്ചായത്ത് മെമ്പർമാരായ ജോളി തോമസ്, സൈബുനിസ ഷറഫു, രജിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പൊടിപടലങ്ങളാൽ മനുഷ്യന്മാർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് ഇനി മഴ വന്നാലും ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ. എന്തായാലും രണ്ട് സൈഡും ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ചാല് കീറി അവിടെ പൈപ്പ് ഇടാനാ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള പണി ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ഉദ്ഘാടനങ്ങൾ കൊട്ടി ആഘോഷിച്ച് നടക്കുകയാണ്. പെരുമ്പിലാവ് പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്രയും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് ട്രഷറർ ഷാബിർ സലീം അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി അനീഷ്, CPIM കടവല്ലൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ ഹാഷിം, MM നൌഷാദ്, പെരുമ്പിലാവ് ബ്രാഞ്ച് സെക്രട്ടറി നിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കടങ്ങോട് പാറപ്പുറം ന്യൂ ഫ്രണ്ട്സ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറപ്പുറം ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി പ്രശസ്ത സിനിമാ താരം സനൂജ സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN പ്രശാന്ത് മുഖ്യാതിഥിയായി. യോഗത്തിൽ KK സുമേഷ്, MR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 100-ലധികം പ്രതിഭകളുടെ കലാപരിപാടികൾ അരങ്ങേറി. ചരമം. പഴഞ്ഞി കൈതവളപ്പ് കോലഴി പരേതനായ ശ്രീധരൻ ഭാര്യ ലീല നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അയ്നൂർ വാതക ശ്മശാനത്തിൽ നടത്തും. കിഷോർ, ഗിരീഷ്, മനോജ്, ദിലീപ്, ധനേശ്വർ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.